Hey, good morning, friends. Welcome to Travel Tumbi channel once again. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് കേട്ടോ. കൊച്ചി എയർപോർട്ടിലേക്ക് വന്നേക്കാണ്. തേജു വളരെ സന്തോഷവാനാണ്. എയർപോർട്ട് ലോഞ്ചിൽ വന്നേക്കാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ തായ്ലൻഡ് ട്രിപ്പിലേക്ക് കാണിച്ചത്. അന്നാണ് ആദ്യമായിട്ട് തേജു ഒരു നാഷണൽ ട്രിപ്പൊക്കെ ചെയ്യുന്നത്. അന്നും ഇതുപോലെ എയർപോർട്ട് ലോഞ്ച് കണ്ടപ്പോൾ ആൾക്ക് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നല്ലോ. ഇന്നിപ്പോൾ ഇതാ വീണ്ടും ഒരു 6 മാസത്തിന് ശേഷം ഞങ്ങൾ അടുത്തൊരു ട്രിപ്പിന് പോവുകയാണ്. അതിന് ലോഞ്ചിൽ വന്നപ്പോൾ അവൻ വളരെയധികം സന്തോഷിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട്. ആ ലോഞ്ചിലെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചും എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് ഈ ലോഞ്ചിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ യാത്രാ വിശേഷങ്ങൾ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, എവിടേക്കാണ് പോകുന്നതെന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം പറയാം. വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗെയിൻ. ഏയ് ശുഭ്രം നോക്കി, ഇവിടെ നോക്ക്, കണ്ട നമ്മളെവിടെ പോണത്? കൊച്ചി എയർപോർട്ടിൽ ഒരു ബഗ്ഗി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഗോൾഫ് കാർട്ടാണത്, കണ്ടോ? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ 3 ഗേറ്റ് നമ്പർ 4 നിൽക്കുകയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. സൗദിയിലെ ജിദ്ദ സിറ്റിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി. കൊള്ളാം, നല്ല അടിപൊളി ഒരു ഫ്ലൈറ്റ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ 3-4-3 ലൈനപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും നല്ലൊരു എയർബസ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയമായി. തേജു ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് പാവം ഇങ്ങനെ കിടക്കുകയാണ്. എയർ പ്രഷറിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സൗദിയിലെ ജദ്ദ എന്ന സിറ്റിയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ സൗദിയിലേക്ക് ഇറങ്ങുന്നത്. സൗദിയിലെ ഒരു എയർപോർട്ടിൽ തന്നെ. മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലൂടെ ഞാനിങ്ങനെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സൗദിയിലേക്ക് വരുന്നത്. സൗദി എയർലൈൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കാരണമുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് തന്നെയാണ്. പക്ഷെ എവിടെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? യെസ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്ന്. യെസ്, സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത എയർലൈൻ ഇത് തന്നെയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒരു നല്ലൊരു ഡീൽ സൗദി എയർലൈൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് ഏകദേശം ഒരു 82,000 രൂപയ്ക്കാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലേക്കല്ല, ഞങ്ങൾ പോകുന്നത് ഇറ്റലിയിലേക്കാണ്. ഇറ്റലിയിലെ മിലാനിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ് സൗദി എയർലൈൻസ്. അപ്പോൾ ഞങ്ങൾ സൗദിയിൽ നിന്ന് അങ്ങനെ മിലാനിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഒരു 5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ മിലാനിലേക്ക് എത്തുന്നത്. മിഡിൽ ഈസ്റ്റ് ഫ്ലൈറ്റുകളിൽ വെച്ച് സൗകര്യപ്രദവും എന്നാൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് തന്നെയാണ് സൗദി എയർലൈൻസ്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റാണത്. അതിന് കാരണം എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല, സൗദി നമുക്കെല്ലാവർക്കും അറിയാം, അവർ മദ്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ ജിദ്ദ എന്നുള്ളൊരു എയർപോർട്ട്. കാരണം അത് മെക്ക മദീനയിലേക്ക് പോകുന്നവരെല്ലാം വരുന്ന ഒരു എയർപോർട്ടാണ് ഈ ജിദ്ദ എയർപോർട്ട്. അതുകൊണ്ട് മദ്യം യാതൊരു രീതിയിലും അവരത് ടോളറേറ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് എയർപോർട്ടിൽ മദ്യം കിട്ടില്ല, അതായത് ലോഞ്ചുകളിൽ മദ്യം ലഭിക്കില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റിനകത്തും നമുക്കത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവർക്ക് ഫെയർ കൊടുക്കാൻ സാധിക്കുന്നത്. ഈ ജിദ്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിനോട് വളരെ ചേർന്നാണ്. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചെങ്കടലിന്റെ മീതയിലൂടെയാണ് പിന്നെ പറക്കുന്നത്. ഫ്ലൈറ്റിലുള്ള സ്ക്രീനിൽ നമുക്ക് അതിന്റെ സഞ്ചാരപഥമൊക്കെ ശരിക്കും കാണാൻ പറ്റും. ആദ്യം ചെങ്കടൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ആഫ്രിക്കയിലെ ഈജിപ്റ്റിന്റെ എയർ സ്പേസിലൂടെ പറക്കുകയാണ്. സ്യൂസ് കനാലൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഈജിപ്തിലൂടെ പറന്നിട്ട് നേരെ പിന്നെ മെഡിറ്ററേനിയൻ സീയിലോട്ട് ചെല്ലുന്നു. മെഡിറ്ററേനിയൻ സീയുടെ മുകളിലൂടെ പറന്ന് ഗ്രീസിന്റെ ചില ഐലൻഡുകൾക്ക് മീതേക്കെല്ലാം പറന്നതിന് ശേഷം ഇറ്റലിയുടെ മെയിൻ ലാൻഡിലോട്ട് കടക്കുന്നു. അങ്ങനെ ഒരു 5 മണിക്കൂർ കൊണ്ടാണ് സൗദിയിൽ നിന്ന് നമ്മൾ മിലാനിലേക്ക് എത്തുന്നത്. ടേക്ക് ഓഫിന് ശേഷം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തേജു ഉറക്കമായി. അവന് ടേക്ക് ഓഫ് അത്ര വലിയ പ്രശ്നമില്ല. ലാൻഡിങ് സമയത്താണ് കുറച്ച് ചെവി വേദനയൊക്കെ അനുഭവപ്പെടുന്നത്.
കൊച്ചിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലോട്ട് ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പെൻസീവ് ഫെയർ ആയിരിക്കും. അത് ഏകദേശം ഒരാൾക്ക് തന്നെ 60,000 രൂപയൊക്കെ വേണമെങ്കിൽ വരാം. എമിറേറ്റ്സോ ഖത്തർ എയർവേസോ അല്ലെങ്കിൽ എത്തിഹാദ് തുടങ്ങിയ ഫ്ലൈറ്റുകളിലാണെങ്കിൽ നല്ലൊരു ഫെയർ തന്നെ വരും. അതുകൊണ്ടാണ് ഞങ്ങൾ മിലാൻ തിരഞ്ഞെടുത്തത്. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ യൂറോപ്പ് സന്ദർശിക്കുമ്പോൾ 2-3 രാജ്യങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് തന്നെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം 3 ടൈപ്പിലുള്ള രാജ്യങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും. അടുത്തടുത്ത രാജ്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നമ്മളുടെ പ്ലാൻ പോലെ തന്നെ സ്വിറ്റ്സർലൻഡ് നിങ്ങൾക്കറിയാമല്ലോ, നല്ല സീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, പച്ചപ്പൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇറ്റലി ആണെങ്കിൽ നമുക്ക് കുറച്ച് ബീച്ച് സൈഡൊക്കെ ആസ്വദിക്കാം, കുറച്ചും കൂടി വാമാണ്. പിന്നെ കൾച്ചറൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ് ഒക്കെ കാണണമെന്നെങ്കിൽ നമുക്ക് ഇറ്റലിയിലോട്ട് പോകാം. അതുകൊണ്ടാണ് ഇത്തവണ ഇറ്റലി, സ്വിറ്റ്സർലൻഡ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ നീണ്ട 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ ജിദ്ദയിൽ നിന്ന് മിലാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡിങ്ങിനുള്ള സമയമായി. അതുകൊണ്ടാണ് ഈ തേജു നന്നായിട്ട് കരയുന്നുണ്ട്. ലാൻഡിങ് സമയത്ത് അവന് ഈ എയർ പ്രഷറിലുള്ള വ്യത്യാസം വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ എപ്പോഴും അവൻ കരയും. ടേക്ക് ഓഫ് സമയത്ത് അത്രയ്ക്ക് പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ മിലാനിലെത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ എങ്ങനെയാണ് സിറ്റി സെൻറ്ററിലേക്ക് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ നെറ്റിൽ നോക്കി പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഒരു ട്രെയിനിൽ, എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ട്രെയിനിൽ നമുക്ക് സിറ്റിയിലേക്ക് എത്താൻ പറ്റും. ബസ്സിൽ വേണമെങ്കിൽ ബസ്സിലും വരാം. പക്ഷെ കുറച്ചും കൂടി കൺവീനിയൻറ്റും കംഫർട്ടായിട്ടുള്ളത് നമുക്ക് ട്രെയിനിൽ വരുന്നതാണ്. അങ്ങനെ ഇറ്റലിയുടെ മണ്ണിലൂടെ ഞങ്ങൾ അങ്ങനെ സഞ്ചരിക്കുകയാണ് ആദ്യമായിട്ട്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ മിലാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി എയർപോർട്ടിൽ തന്നെ വേറൊരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമുക്ക് സെൻട്രലിലേക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത്. ടിക്കറ്റ് എടുത്തു. അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതാ ഇറ്റലിയിലെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. തേജു നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അവന് തോന്നുന്നത് വലിയൊരു LED സ്ക്രീൻ പോലെയാണല്ലോ. അപ്പോൾ അവനിങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അതുപോലെ യാത്രക്കാരിൽ പലർക്കും ഇവൻ്റെ ഓരോ കാട്ടായൊക്കെ കാണുമ്പോൾ കൗതുകം ഉണ്ടായി. അപ്പോൾ ചില മുതിർന്ന സ്ത്രീകളൊക്കെ അവനെ നോക്കി ചിരിക്കുകയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ അവൻ തിരിച്ചൊക്കെ കാണിക്കും. അങ്ങനെ ട്രെയിൻ യാത്ര ഒരു രസമായിരുന്നു. 1/2 മണിക്കൂറാണ് നമുക്ക് സിറ്റിയിലോട്ട് എത്താൻ വേണ്ടത്. അപ്പോൾ ആ സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള നല്ല ട്രെയിനുകളാണ്. അപ്പോൾ വലിയ സ്ക്രീനൊക്കെ ഉണ്ടാവും, ഗ്ലാസ്. അപ്പോൾ ആ ഗ്ലാസ്സിലൂടെയൊക്കെ നമുക്ക് വിശാലമായൊരു പനോരമിക് ദൃശ്യം കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ട്രെയിൻ പോകുന്ന ഭാഗത്തുള്ള ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ലംബോഡിയ എന്നാണ് തോന്നുന്നു ഈ ഇറ്റലിയുടെ ഈ ഭാഗത്തെ പറയുന്ന പേര്. 1-2 സ്റ്റേഷനൊക്കെ കടന്നുപോയി. ഇപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് മാറി സിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റുകളൊക്കെ കാണാൻ പറ്റും. ചെറിയ ചെറിയ സിറ്റികളിലോട്ട് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മിലാനിലേക്ക് അടുക്കുന്നു. ഇറങ്ങാനുള്ള സമയമായി. അപ്പോഴും തേജു ഇങ്ങനെ യാത്രക്കാരുമായിട്ടൊക്കെ ഓരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇറ്റാലിയൻ ഭാഷയിലൊക്കെ ആണെന്നാണ് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിന് ഭാഷ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തും കാണിക്കുക അവനെ. ഹോട്ടലിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തത് ഡ്യുമോ കത്തീഡ്രൽ എന്ന് പറയുന്ന അതിപുരാതനമായ ഒരു ചർച്ചാണ്. മിലാനിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചർച്ച് തന്നെയാണ് ഡ്യുമോ കത്തീഡ്രൽ. ടാക്സിയിലാണ് പോയത്. ടാക്സിയിൽ പോയെങ്കിലും നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 100-150 മീറ്റർ നടന്നു പോകണം. ആ നടക്കുന്ന വഴിക്ക് നല്ല വലിയ നിർമ്മിതികൾ, മാർബിൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പല കോട്ടകളൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം കണ്ട് ഇതാ ഞങ്ങളിപ്പോൾ ചർച്ചിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കൊരു പുരാതനമായ ഒരു കത്തീഡ്രൽ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. പണി തീരാത്ത ഒരു ചർച്ച് എന്ന പേരിന് അന്വർത്ഥമാണ് ഈ ചർച്ച്. സ്കഫോൾഡിംഗ് ഒക്കെ പല ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഈ കത്തീഡ്രലിന്റെ നിർമ്മാണം ആരംഭിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. പക്ഷെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ നിർമ്മിച്ചിട്ട് ഏകദേശം 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ളത്. അതായത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടത്തിലാണ് ഈ കത്തീഡ്രൽ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാക്കിയിട്ട്. ഇറ്റലി നമുക്കറിയാലോ, മാർബിളിന്റെ ഒരു കേന്ദ്രം തന്നെയാണ്. ഏറ്റവും പ്രസിദ്ധമായ രാജ്യമാണ്. ഇറ്റാലിയൻ മാർബിൾസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിന്റെ അകത്ത് ചുടുകട്ടകളും അതുപോലെ ഈ പുറത്ത് ഈ കാണുന്നത്
ഇറ്റലിയിലെ നോർത്തേൺ ഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക തരം മാർബിൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അത്ര കട്ടിയുള്ള ഒരു മാർബിൾ അല്ല, കട്ടി കുറഞ്ഞ ഒരു മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ വശങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുമായിട്ട് നിരവധി ഗോപുരങ്ങൾ പോലെ നമുക്ക് കാണാൻ പറ്റും. ചെറുതും വലുതുമായിട്ടുള്ള ഗോപുരങ്ങളുണ്ട്. അത് ഏകദേശം 100-ൽ കൂടുതൽ ഈ കത്തീഡ്രലിൽ കാണാമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ചെന്ന സമയം വൈകുന്നേരമായതുകൊണ്ട് പള്ളിയിലെ അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് കഴിഞ്ഞില്ല. കൂടുതൽ സമയം ഞങ്ങൾ ചെലവഴിച്ചത് ഈ കാണുന്ന ടൈൽ വിരിച്ച വിശാലമായ ഒരു മുറ്റം കണ്ടില്ലേ, അവിടെയാണ്. തേജു അവിടെ യഥേഷ്ടം ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. പള്ളിയുടെ അകത്തായിരുന്നെങ്കിൽ ബൈബിളിലെ രംഗങ്ങളൊക്കെ ഉള്ള സ്റ്റെയിൻ ഗ്ലാസ്സിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണായിരുന്നു. അതുപോലെ സർവീസ് നടക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ആ സർവീസിലൊക്കെ പങ്കെടുക്കാമായിരുന്നു. കത്തീഡ്രലിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ വീണ്ടും കണ്ടു നടക്കുകയാണ്. ട്രാമുകളൊക്കെ മിലാൻ സിറ്റിയുടെ പല ഭാഗത്തേക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നിരവധി ആളുകളാണ്, നിരവധി ടൂറിസ്റ്റുകൾ ഈ കത്തീഡ്രൽ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്തത്, ഈ ഫ്രീ പാലസ്തീൻ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതിനുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഒത്തിരി പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയും നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഈ ടൂറിസത്തിൻ്റെ ഒരു ഭംഗി നശിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. കാരണം ഇവരൊരു ഭാഗത്ത് വന്നിട്ട്, ഞാനത് അധികം ചിത്രീകരിച്ചില്ല കാരണം നമ്മുടെ വീഡിയോൻ്റെ ഭംഗി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അതിങ്ങനെ അവരൊരു ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ പാലസ്തീൻ ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ പ്രൊട്ടസ്റ്റൊക്കെ നടത്തുന്നുണ്ട്. എന്താ ചെയ്യാ, ഇങ്ങനെയും കുറേ ആളുകൾ. ആദ്യത്തെ ദിവസത്തെ യാത്രയുടെ ക്ഷീണമൊക്കെ മാറി ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഹോട്ടലിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് നടക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു പാർക്ക് ഏരിയ കണ്ടു. അപ്പോൾ അങ്ങോട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് നടന്നതാണ്. ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു പ്ലാനുണ്ട്. ഞങ്ങൾ മിലാനിൽ നിന്ന് വെനീസിലേക്കുള്ളൊരു ദീർഘമായ ഒരു യാത്രയുണ്ട്. അപ്പോൾ സൂര്യയും തേജും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവർ എഴുന്നേറ്റ് റെഡിയാവുന്ന സമയം കൊണ്ട് ഈ പാർക്കിനടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഞാൻ. അങ്ങനെ ട്രാമുകളൊക്കെ അതിലൂടെയൊക്കെ ഓടുന്നുണ്ട്. സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു, 2-3 സ്ട്രീറ്റ് കഴിഞ്ഞാലാണ് ഈ പാർക്കുള്ളത്. അപ്പോൾ നമ്മൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം നടക്കാനുള്ളൂ. അപ്പോൾ ഒരു രാവിലെ തന്നെയുള്ള ഒരു നടത്തം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പാർക്കിനടുത്തെത്തി. നല്ല വലിയൊരു പാർക്ക് തന്നെയാണ് കേട്ടോ, നല്ലൊരു വലിയ ഏരിയയാണ്. നിരവധി ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു വിചിത്രമായൊരു കാഴ്ച കണ്ടു. അപ്പോൾ അതും നിങ്ങളെ കാണിക്കാം. നിരവധി ബിൽഡിങ്ങുകൾ ആ പാർക്കിന് ചുറ്റുമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിലൊരു ബിൽഡിങ്ങാണ് എൻ്റെ പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം വേറെ ഒന്നുമല്ല, അതാ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒരു 10-12 നിലയുള്ള ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ ഓരോ ഫ്ലോറിലും ബുഷുകൾ കൊണ്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. അതൊരു കൗതുകമായി, ഒരു എക്കോ ഫ്രണ്ട്ലി ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയോട് ഇണങ്ങി ശരിക്കും എങ്ങനെയാണോ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മാതൃക തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു ബിൽഡിങ്ങിന് ചുറ്റുമായിട്ട് ചെറിയൊരു കാട് പോലെ അല്ലെങ്കിൽ ഒരു കുറ്റിക്കാട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ചെറിയൊരു കുറ്റിക്കാട്, നീളത്തിലുള്ളൊരു കാടിൻ്റെ നടുക്കൊരു ഫ്ലാറ്റാണോ എന്നൊക്കെ നമുക്ക് സംശയം വരും. അങ്ങനെ നല്ലൊരു രീതിയിലായിരുന്നു അതിൻ്റെ നിർമ്മാണം. ശരിക്കും സിറ്റിയിലെ ആ ഒരു പൊടി നിറഞ്ഞ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയൊരു രീതിയിൽ ചിന്തിക്കുന്നത് തന്നെ നല്ലൊരു കാര്യമാണ്. നമുക്കും നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. അതുപോലെ മറ്റൊരു ബിൽഡിങ്, IBMൻ്റെ ബിൽഡിംഗ് ആണിത്. അതിൻ്റെ പാറ്റേണും ഒരു പ്രത്യേക രീതിയുണ്ട് അല്ലേ. സാധാരണ ബിൽഡിങ്ങുകൾ പണിയുന്ന രീതിയിലല്ല, അതിൻ്റെ ഒരു വുഡൻ പാനലൊക്കെ ചെയ്തിട്ട് നല്ലൊരു പ്രത്യേക ഷേപ്പാണ് അതിന്. അപ്പോൾ ഇങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇത്തരം പാറ്റേണിലുള്ള ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ അത് യാത്രക്കാർക്ക് ഹൃദ്യകരമായിരിക്കും. അങ്ങനെ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വീണ്ടും ഹോട്ടലിലേക്ക് നടക്കുകയാണ്. നിരവധി പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഞങ്ങൾ മിലാനിൽ നിന്ന് വെനീസിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വെനീസിലെ കാഴ്ചകളുമായിട്ട് വരാം. ബൈ ബൈ.